അപ്പോൾ തിരുപ്പതിയിൽ നിന്ന് ഇനിയുള്ള യാത്ര സേലത്തിനാണ് കേട്ടോ. അപ്പോൾ തിരുപ്പതിയിൽ നിന്ന് സേലം പോകുന്നത് ബാംഗ്ലൂരും അതുപോലെ ചെന്നൈയിലൊക്കെ പോകുന്ന റൂട്ടിലാണ്. അതിമനോഹരമായ കാഴ്ചകളുള്ള ഒരു റോഡാണത് ബസ് മാർഗം പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ തിരുപ്പതിയിൽ നിന്നും സേലത്തേക്ക് പോകാനുള്ള ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൂടെ പോകുമ്പോൾ അങ്ങ് കിടന്നുറങ്ങുക, അവിടെ ചെല്ലുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ ഈ ബസ്സിൽ കയറിയത്. പക്ഷേ ഈ യാത്ര കുറച്ചു നേരം അങ്ങ് ആരംഭിച്ചപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഈ ദൃശ്യം? വളരെ മനോഹരമായിട്ടുള്ള പ്രദേശത്തുകൂടിയാണ് ഈ തിരുപ്പതിയിൽ നിന്നും സേലത്തേക്ക് പോകുന്ന യാത്ര കേട്ടോ. റോഡിന് ഇരുവശവും എന്താ പറയണ്ടേ, സുന്ദരമായ കാഴ്ചകൾ. ഒരിക്കലും നമുക്ക് കണ്ണ് അതിൽ നിന്ന് പറിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഈ റോഡിന് ഇരുവശവും കാണുന്നത്. ഇത് 6 വരി പാതയുള്ള എക്സ്പ്രസ് ഹൈവേ ആണ്, ദേശീയപാതയാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ സേലത്തേക്കാണ് പോകുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ചെന്നൈക്കും ബാംഗ്ലൂർക്കും പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്, നല്ല വൃത്തിയുള്ള റോഡ്, യാതൊരുവിധ ബ്ലോക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പോകുന്ന യാത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഈ മലകളുടെ ഒരു കാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ യാത്രയിൽ അധികം ടൗണുകളൊന്നും ടച്ച് ചെയ്യുന്നില്ല, അധികം നഗരപ്രദേശങ്ങളിലൂടെയൊന്നും അല്ല യാത്ര. ഇതിനിടയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് ചിറ്റൂർ എന്ന് പറഞ്ഞ നഗരമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ചിറ്റൂർ എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ എന്ന് പറഞ്ഞ ജില്ലയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നൊരു ജില്ലയാണ്. ആന്ധ്രാപ്രദേശിന് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നൊരു ജില്ലയാണ്. അതിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിലിങ്ങനെ യാത്ര തുടരവേ നമുക്ക് ചിറ്റൂർ ജില്ലേനെക്കുറിച്ച് അല്പം ഒന്ന് പരിശോധിക്കാം. ആന്ധ്രാപ്രദേശിലെ ഈ റായൽസീമ മേഖലയിലെ ഒരു ജില്ലയാണ് കേട്ടോ ഈ ചിറ്റൂർ എന്ന് പറയുന്ന ജില്ല. തിരുപ്പതി പോലുള്ള വൻ ക്ഷേത്രങ്ങളുള്ള അത് ഈ ചിറ്റൂർ ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഞാൻ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ നിന്ന് പിന്നെ എനിക്ക് മുൻവശത്തുള്ള ഡ്രൈവറിന് തൊട്ടടുത്തുള്ള ഒരു സീറ്റ് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സാരഥിയായ കുറച്ച് പ്രായം ചെന്ന ആളാണ് ഈ ബസ്സിൻ്റെ ഡ്രൈവർ. തമിഴ്നാടിൻ്റെ ബസ്സാണ് കേട്ടോ, തമിഴ്നാടിൻ്റെ ബസ്സാണ്. ഈ റൂട്ടിൽ ഇങ്ങനെ മുമ്പിലിരുന്നിട്ട് ഡ്രൈവറുടെ തൊട്ടിപ്പുറത്തെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം. വണ്ടി ഇങ്ങനെ കുതിക്കുകയാണ്, റേസിങ് പോലെയാണ് നമുക്ക് തോന്നുക. ആളുകളൊന്നും എവിടെയും കയറാനില്ല. ഈ തിരുപ്പതിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്ററുകൾ 10-30 കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ പോലും ഒരു മനുഷ്യൻ പോലും കയറാനില്ല. ഈ ബസ്സിലാണെങ്കിൽ ആകെ തിരുപ്പതിയിൽ നിന്ന് കയറിയ 3, 4, 5 പേര് ആകെ ഉള്ളൂ. ഇതും കൊണ്ടാണ് ഈ വണ്ടി ഏകദേശം 90 കിലോമീറ്ററോളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിറ്റൂർ എത്താൻ പോകുന്നതേ ഉള്ളൂ. ചിറ്റൂർ എത്തിക്കഴിയുമ്പോൾ വല്ല മനുഷ്യന്മാരും കയറുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ബസ്സിലിരിക്കുക കേട്ടോ. വളരെ ഫ്രീ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് തീർച്ചയായിട്ടും ഈ റൂട്ടിൽ നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യേണ്ട, ബസ്സിന് യാത്ര ചെയ്യേണ്ട റൂട്ടാട്ടോ. പൊതുവേ നമ്മൾ മലയാളികളൊക്കെ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ട്രെയിനാണല്ലോ യാത്ര ചെയ്യാറ്. അപ്പോൾ ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ടേ കാണുള്ളൂ. ഈ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായി, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അതിമനോഹരമായിട്ടുള്ള റൂട്ടാണ് ഈ തിരുപ്പതിയിൽ നിന്ന് ഒന്നെങ്കിൽ ചെന്നൈക്കോ അല്ലെങ്കിൽ സേലത്തിനോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്കോ ഒക്കെ യാത്ര ചെയ്യാം. നമ്മളപ്പോൾ അന്നേരം ഒരു ടോൾ പ്ലാസയിലെത്തി. ടോൾ പ്ലാസയിൽ നമ്മുടെ ബസ് ഇവിടെ ഇങ്ങനെ പതുക്കെ ടോൾ പ്ലാസയുടെ ആ പ്രവേശിക്കുന്ന കവാടത്തിലെത്തി അതിലൂടെ പുറത്തേക്ക് കടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ടോള് കൊടുത്താലും ഇത്രയും മനോഹരമായ റോഡുകളൊക്കെ പണിയുമ്പോൾ ടോളൊന്നും കൊടുത്താൽ ഒരു പ്രശ്നമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും സുന്ദരമായ റോഡ്. അതായത് നമ്മുടെ വാഹനം എനിക്ക് തോന്നുന്നത് 100 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പായുന്നത്. നമ്മുടെ ഡ്രൈവറാണെങ്കിൽ ആവേശത്തിലാണ്. പുള്ളി
അങ്ങോട്ട് ആക്സിലേറ്ററിൽ ഇങ്ങോട്ട് കയറി നിന്നിട്ടാണ് വാഹനം ഓടിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഹരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് അദ്ദേഹം. കുറച്ച് പ്രായമൊക്കെ ഉള്ള ആളാണ്. തമിഴ്നാട് സ്റ്റേറ്റ് കോർപ്പറേഷൻ്റെ വാഹനമാണ് കേട്ടോ. അപ്പോൾ ബോർഡൊക്കെ കാണാം. ചെന്നൈക്കും ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന കിലോമീറ്ററുകളൊക്കെ എഴുതി വെച്ച ബോർഡുകളൊക്കെ ഈ ഹൈവേയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുമ്പിലിരുന്നിട്ട് യാത്ര ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്ക് മഴ പെയ്തു കേട്ടോ. മഴ പെയ്തു അതിനിടയ്ക്ക്. ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ദൂരം ഫുള്ളായിട്ട് മഴയായിരുന്നു. ഏകദേശം ഒരു വൈകുന്നേരം ഒരു 3 മണിയോടൊക്കെ കൂടി നല്ല മഴ പെയ്തു കണ്ടോ. വൈപ്പറൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മഴ പെയ്തപ്പോൾ മുമ്പിലുള്ള ചില്ലിലൂടെ ചിത്രങ്ങൾ എടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് മുമ്പിൽ നിന്ന് ഇറങ്ങി പുറകിൽ വന്നിട്ട് സൈഡ്. അപ്പോൾ ബസ് ആന്ധ്രാപ്രദേശിൻ്റെ പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ടുള്ള ചിറ്റൂരെത്തി കേട്ടോ. ചിറ്റൂർ. അപ്പോൾ ചിറ്റൂരെത്തി. ചിറ്റൂരൊക്കെ ഇപ്പോൾ ഒരു 10-20 കിലോമീറ്റർ ആയിട്ട് നല്ല മഴയാണ്. അപ്പോൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചകൾ കണ്ട് സേലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉണ്ടാവും മഴയെല്ലാം പെയ്തു. അപ്പോൾ ചിറ്റൂർ എന്ന് പറഞ്ഞ നഗരത്തിലെത്തി കേട്ടോ. ചിറ്റൂർ ഒരു ജില്ലാ ആസ്ഥാനമാണ്. അപ്പോൾ ചിറ്റൂർ നഗരത്തിലെ ഉള്ള ഈ KSRTCൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. KSRTCൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ നമ്മുടെ പ്രവേശിച്ചു കേട്ടോ. ഒരു വലിയ ബസ് സ്റ്റാൻഡൊന്നുമല്ല, സ്വല്പം ഒരു 10-50 വണ്ടികൾക്കൊക്കെ കയറ്റിയിടാവുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ആളെ വിളിക്കുന്നല്ലാണ്ട് ഒരു മനുഷ്യൻ കയറാനില്ല. ഫുള്ള് കാലി. ആകെ 4 യാത്രക്കാരെ കൊണ്ടാണ് തിരുപ്പതിയിൽ നിന്ന് വണ്ടി ഈ പറയുന്ന ചിറ്റൂർ വരെ എത്തിയത് കേട്ടോ. അപ്പോൾ തമിഴ്നാടിൻ്റെ ബസ്സാണ്. എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെ. അപ്പോൾ ചിറ്റൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും വീണ്ടും നമ്മുടെ ബസ് സേലം റൂട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ സേലത്തേക്ക് പോകുന്നില്ല കേട്ടോ. സേലത്തേക്ക് എത്തുന്നിടം വരെയുള്ള വീഡിയോ യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സേലത്തേക്ക് എത്തുമ്പോഴത്തേനും രാത്രി വൈകും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അതിനിടയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആന്ധ്രയുടെ ബോർഡർ കഴിയുകയാണ്. ഇത് കാട്ട്പാടി എന്ന് പറയും ഈ ബോർഡറിന്. കേരളത്തിൽ നിന്നൊക്കെ അറിയാമല്ലോ, തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ ബോർഡറിന് ഒരു പേരുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഇത് ആന്ധ്രയ്ക്കും തമിഴ്നാടിനും ഇടയ്ക്കുള്ള ബോർഡറാണ് കാട്ട്പാടി. റെയിൽവേ സ്റ്റേഷനൊക്കെ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡറെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് നമ്മുടെ വാഹനം പ്രവേശിച്ചു. തമിഴ്നാട് ഇനിയിപ്പോൾ നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന നഗരം, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നഗരം എന്ന് പറയുന്നത് വെല്ലൂർ എന്ന് പറഞ്ഞ നഗരം കേട്ടോ. വെല്ലൂർ വളരെയധികം പ്രസിദ്ധമാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. കാരണം ഈ അർബുദ ചികിത്സയ്ക്കൊക്കെ വളരെയധികം പേര് കേട്ട ഒരു മെഡിക്കൽ കോളേജാണ് വെല്ലൂർ. അപ്പോൾ ആ വെല്ലൂരാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വെല്ലൂരിന് തൊട്ടടുത്താണ് ഈ കാട്ട്പാടി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ വെല്ലൂർക്ക് പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ ഇല്ല. അപ്പോൾ ഈ വെല്ലൂർ ഭാഗത്തേക്ക് വരേണ്ട ആളുകൾ യഥാർത്ഥത്തിൽ ഇറങ്ങേണ്ടത് ഈ കാട്ട്പാടി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. വലിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെയൊക്കെ പിന്നിട്ട് മനോഹരമായ മലനിരകൾ. അങ്ങനെ തിരുപ്പതിയിൽ നിന്ന് ആരംഭിച്ച ബസ് യാത്ര കാട്ട്പാടി ജംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് വെല്ലൂർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ സ്ഥലത്തെത്തി കേട്ടോ. വെല്ലൂർ നമ്മൾ കേട്ടിട്ടില്ലേ, വെല്ലൂർ. അവിടെ എത്തി, ആ ബസ് സ്റ്റാൻഡിലെത്തി. ഇപ്പോൾ വെല്ലൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തിരുപ്പതിയിൽ നിന്ന് ഈ ബാംഗ്ലൂർ റോഡ്, ചെന്നൈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്